മഹാനായ അബുൽ അബ്ബാസിൽ മുർസി അൽ വലിയ ത്വയ്യാർ, സെക്കൻഡ് കൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ പറന്നെത്താൻ കഴിയുന്ന വലിയാണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ആളാണ് മഹാനായ അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു. ടെക്സാൻഡ്രിയയിൽ മെഡിറ്ററേനിയൻ സമുദ്ര തീരത്താണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹുവിന്റെ ഖബർ. ഞാൻ അവിടെ പലവട്ടം പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ടവരെ, അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹുവിനോട് അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ ഉത്തമനായ ഷെയ്ഖും ഖലീഫയുമാണ്, മുരീദും ഖലീഫയുമാണ് ആര്? അബു അബ്ബാസിൽ മുർസി റളിയല്ലാഹു. അവരോട് ചോദിക്കപ്പെട്ടു അനിൽ ഗസ്സാലി, ഗസ്സാലിമാർ ആരായിരുന്നു? ഗസ്സാലി മാമനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അന അഷ്ഹദു ലഹു ബിസ്സിദ്ദീഖിയത്തിൽ ഉലമാ, അവര് സിദ്ദീഖിയത്തുൽ ഉലമാ മിനൻ നബിയ്യീന വസിദ്ദീഖീന എന്ന പറഞ്ഞതിൽ ഏറ്റവും മേലെ തട്ടിലാണ് ഇമാം ഗസ്സാലി എന്ന് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി മറുപടി പറഞ്ഞു. ഇവരെന്ത് പറഞ്ഞു? കഫറാണ്. മുഅ്മിനായച്ചിൻ, ഇനിയും എന്തിനാടോ വഹാബിയത്തിൽ താമസിക്കണം? ഇനിയും എന്തിനാടാ? പിന്നെ റഹ്മത്തുള്ളാഹിനെയും കാഫിറാക്കണ എന്ത് പ്രശ്നമുള്ളത്? പിന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഗസ്സാലി ഇമാമിനെ കാഫിർ എന്ന് പറഞ്ഞവർക്ക് എന്ത് ശൈഖുന ശംസുൽ ഉലമ, എന്ത് കെ ബി ഉസ്താദ്? നിങ്ങളെ ചിന്തിക്കണം. ഇമാം യാഫിഈ പറയുന്നതായി തബഖാത്തിൽ ഇമാം മനാവി തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. عن بعض العلماء الجامعين بين علم الظاهر وعلم الباطن. علم الظاهر علم الباطن രണ്ട് ഒരുമിച്ച് കൂടിയ ആലിമീങ്ങളെ പറ്റി ഒരിക്കൽ ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? ലൗ കാന നബിയുൻ ബഅദ നബി ലകാന അൽ ഗസ്സാലി. ലൗ കാന നബിയുൻ ബഅദ നബി, ഹബീബ റസൂൽ കഴിഞ്ഞിട്ട് ഇന്നൊരാൾ നബി ആണെങ്കിൽ ലകാന അൽ ഗസ്സാലി, ഗസ്സാലി ആകുമായിരുന്നു എന്ന് ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു. എന്ന് അല്ലാഹു റസൂൽ കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നബി ഉണ്ടാവുകയാണെങ്കിൽ അത് ഇമാം ഗസ്സാലിയാവും. എൻ്റെ അടുത്ത് പറഞ്ഞ ആൾ ഔലാനല്ല, അക്കൂട്ടത്തിൽ ആകേണ്ട ഒരാളാണ്. ആര്? ഇമാം ഗസ്സാലി. നബി തന്നെയാണല്ലോ. നബിയുൻ ലാ വഹ്യ ലഹു. ആരാണ്? നബിയുൻ. ആലിമാൻ തന്നെയല്ലേ? ആലിമൻ ലക്ഷണമൊത്ത ആലിമാരാ. നബിയുൻ ലാ വഹ്യ ലഹു, നബിയുൻ ലാ വഹ്യ ലഹു, വഹിയില്ലാത്ത നബി. അതാണ് ആര്? യഥാർത്ഥ ആലിം. ഗസ്സാലി ഇമാം നബി തന്നെ. വഹിയില്ലാത്ത നബി. വഹിയില്ലാത്ത നബിയാണ് എന്ത്? ആലിം. മനിൽ ആലിം അൽ ആലിമു നബിയുൻ ലാ വഹ്യ ലഹു, വഹിയില്ലാത്ത നബിയാണ് ആര്? ആലിം. ലക്ഷണമൊത്ത ആളല്ലേ ഇമാം ഗസ്സാലി എന്ന് മഹാനായ മുഹയ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു അത് ഹക്കാണ്, അത് സത്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയ മുഴുവൻ ചില മഹാന്മാർ പറഞ്ഞു അൽ അഖ്താബു സലാസ, 3 വിഭാഗം ഖുത്ബീങ്ങൾ ഉണ്ടാവും ലോകത്ത്. ചില ആളുകൾ ഖുത്ബുൽ ഉലൂമി, ചില ആളുകൾ ഖുത്ബുൽ അഹ്വാലി, ചില ആളുകൾ ഖുത്ബുൽ മഖാമാത്തി. മൂന്ന് തരം ഖുത്ബീങ്ങൾ ലോകത്തുണ്ടാകുമെന്ന് ഔലിയാക്കന്മാരിൽ ചില രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുത്ബുൽ ഉലൂമി വ ഖുത്ബുൽ അഹ്വാലി വ ഖുത്ബുൽ മഖാമാത്തി. ഖുത്ബുൽ അഹ്വാലിന് ഉദാഹരണമാണ് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു. ഖുത്ബുൽ മഖാമാത്തിന് ഉദാഹരണമാണ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ഖുത്ബുൽ മഖാമാത്താണ്, മഖാമിന്റെ ഖുത്ബാണ്. ആരുണ്ട് എൻ്റെ മഖാമിനെ എത്തിയിട്ട് എന്ന് പറഞ്ഞില്ലേ? ഖുത്ബുൽ മഖാമാത്താണ് ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി. എന്നാൽ ഖുത്ബുൽ ഉലൂമിന് ഉദാഹരണമാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം. وقال يحيى بن محمد بن يحيى النيسابوري تلميذ الغزالي. ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗൽഭ ശിഷ്യന്മാരിൽ ഒരാളാണ് മുഹമ്മദ് ഇബ്നു യഹ്യ النيسابوري. മഹാനവർകൾ പറഞ്ഞു ലാ യഅരിഫുൽ ഗസ്സാലി വഫദ്ലഹു ഇല്ലാ മൻ ബലഗ ഔ കാദ അൻ യബ്ലുഗൽ കമാല ഫി അഖ്ലിഹി. ഗസ്സാലിയെ തിരിയണമെങ്കിൽ അതിനടുത്തെങ്കിലും ബുദ്ധി ഉണ്ടാവണ്ടേ. അതാണ് ചിലർക്ക് ഗസ്സാലിയെ തിരിയാത്തത് റളിയല്ലാഹു അൻഹു. ആര് പറഞ്ഞു? ഗസ്സാലി ഇമാമിന്റെ
തിൽമീദ് പറഞ്ഞു. മുഹമ്മദ് ബിൻ യഹ്യ നൈസാബൂരി തിൽമീദുൽ ഗസ്സാലി ലാ യഅരിഫുൽ ഗസ്സാലിയ, ഗസ്സാലി റളിയല്ലാഹു അൻഹു അറിയുകയില്ല, വഫളഹു അവിടുത്തെ ഫളലിനെയും ഇല്ലാ മൻ ബലഗ ഔ കാദ അൻ യബ്ലുഗൽ കമാല ഫീ അഖ്ലിഹി, അതിന്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയുടെ തൊട്ടടുത്തെങ്കിലും ബുദ്ധിപരമായി എത്തിയ ആൾക്കല്ലാതെ ഒരിക്കലും എന്റെ ഉസ്താദ് ഗസ്സാലിയെ മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരാളായ മുഹമ്മദ് ബിൻ യഹ്യ നൈസാബൂരി റളിയല്ലാഹു എന്ന് വഖാല ഇബ്നു സുബ്കി, മഹാനായ ഇബ്നു സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, فإن الذي يحب أن يطلع على منزلة من هو أعلى منه في العقل يحتاج إلى العقل والفهم എന്ന് ഒരു തൻ്റെ മുകളിലുള്ള ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അതിന് മാത്രം ബുദ്ധി വേണ്ടേ, ആ ബുദ്ധി പല ആളുകൾക്കും ഇല്ലാതെ പോയി എന്ന് ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു وبالعقل يميز وبالفهم يقضي ولما كان علم الغزالي في الغاية القصوى يحتاج من يريد الاطلاع على مقداره أن يكون هو تام العقل. ബുദ്ധി പൂർത്തിയായി ഉള്ള ഒരാൾക്കല്ലാതെ ഗസ്സാലി ഇമാമിനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. അത്രയും വലിയ മഹാനായ അബൂ ഹമീദ് ഗസ്സാലി റളിയല്ലാഹു അൻഹു ലാബുദ്ദ ഹീനഇദിൻ لا يعرف أحد ممن جاء بعد الغزالي قدر الغزالي إلا بمقدار علم الغزالي لم يجي بعده مثل. يا الله, താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പറയാം, എന്താ പറയുന്നത്? لا يعرف أحد ممن جاء بعد الغزالي, ഗസ്സാലി ഇമാമിന് ശേഷം വന്ന ഒരാൾക്കും മനസ്സിലാവുകയില്ല ഖദ്റൽ ഗസ്സാലി, ഗസ്സാലി ഇമാമിന്റെ ഖദ്ർ മനസ്സിലാവുകയില്ല ഇല്ലാ ബിമിഖ്ദാരി ഇൽമിൽ ഗസ്സാലി, ഗസ്സാലി ഇമാമിന്റെ ആ അളവനുസരിച്ച് ഒരു വിവരം ഇല്ലാത്ത ഒരാൾക്ക് ഗസ്സാലി ഇമാമിനെ മനസ്സിലാവൂല. അതാകട്ടെ ഇത് ലം യജി ബഅദഹു മിസ്ലുഹു, അങ്ങനത്തെ ഒരാൾ പിന്നോട്ട് വന്നിട്ടും ഇല്ല, കാലം വരെ വന്നിട്ടില്ല. ആരെ പറഞ്ഞാള്? താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. സുബ്കി ഇമാമിന്റെ ലക്ഷണമൊത്ത മോനാണ് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. അവർ പറഞ്ഞു, എന്ത് ഗസ്സാലി ഇമാമിനെ പോലത്തെ ഒരാൾ പിന്നെ ലോകത്ത് വന്നിട്ടില്ല, അതുകൊണ്ട് ഗസ്സാലി ഇമാമിനെ മനസ്സിലാക്കാൻ ലോകത്താക്ക് കഴിയില്ല. ഹബീബ റസൂലുള്ളാഹിനെ മനസ്സിലാക്കണമെങ്കിൽ ആർക്കാ? അള്ളാഹുവാണ്. അള്ളാഹിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയ മുഹമ്മദ് മുസ്തഫ. വേറൊരാൾക്ക് റസൂലുള്ളാഹിന്റെ ഹഖീഖത്ത് തിരിയില്ല എത്ര സ്ഥലത്ത് പറഞ്ഞു, എന്തെങ്കിലും എത്ര ആള് പറഞ്ഞു എന്തെങ്കിലും അല്പം തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു ഹബീബിന്റെ തൊട്ടടുത്താണ്, ബാക്കി ഒന്നും തിരിയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وقد قدمنا كلام الشيخ إمام الحرمين റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് അന്നൽ ഗസ്സാലി ബഹറുൻ മുഗ്റഖുൻ, ഒരു ആഴമില്ലാത്ത സമുദ്രമാണ് ഗസ്സാലി. സ്വന്തം ഉസ്താദ് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു ഒരു ആഴമില്ലാത്ത ഒരറ്റല്ലാത്ത ഈ ഒരു മുങ്ങിയാലും തീരാത്ത ബഹറാണ് ആര്? ഇമാം ഗസ്സാലി. ലദുനിയാണ് ഒക്കെ ലദുനിയ. 55-ാമത്തെ വയസ്സ് മരിച്ചിട്ടില്ലേ? 28-ാമത്തെ അല്ലെങ്കിൽ 28-ാമത്തെ മദ്രസത്തിൻ്റെ പ്രിൻസിപ്പാള്. നിങ്ങളെന്താ വിചാരിച്ച് എന്നിട്ട് കൊടുത്ത റബ്ബ് എന്താ കൊടുത്ത? അല്ല, എന്താ കൊടുത്തെന്ന് പറഞ്ഞാൽ തീരില്ല. ബഹറാണ്, ആഴം കാണാത്ത ബഹറാണ് ഇമാം ഗസ്സാലി എന്ന് ആര് പറഞ്ഞ്? സ്വന്തം ഉസ്താദായ ഇമാമുൽ ഹറമൈനി. ഇമാമുൽ ഹറമൈനി ഉസ്താദ, സ്വന്തം ഉസ്താദ് പറഞ്ഞു അത് അറ്റം കാണാത്ത ബഹറാണ്. എൻ്റെ കുട്ടി അറ്റം കാണാത്ത ബഹറാണ്. ആര് പറയാ? ഉസ്താദ് ആരാ? ഇമാമുൽ ഹറമൈനി. അപ്പൊ ആരത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ കറാമാത്തുകളിൽ അല്പം കേട്ടോളൂ നിങ്ങൾ, ഒരൽപ്പം. മഹാനായ അന്ന സുൽത്താൻ അലി ബിൻ യൂസുഫ് ബിൻ താശിഫീൻ സാഹിബുൽ മഗ്രിബി അൽ മുലഖബി ബി അമീരുൽ മുസ്ലിമീൻ. മൊറോക്കോയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അലി ബിൻ യൂസുഫ്. വകാന അമീറൻ ആദിലൻ, ഒരു നല്ല ഭരണാധികാരിയായിരുന്നു. നസഹൻ ഫാദിലൻ ആരിഫൻ ബിമദ്ഹബി മാലിക്കി മദ്ഹബിൽ ഖുയില ഇലൈഹി ലമ്മാ ദഖലത് മുസന്നഫാത്തുൽ ഗസ്സാലി ഇലൽ മഗ്രിബി. 55-ാമത്തെ വയസ്സ് വഫാത്തായി. അപ്പോഴത്തിന് 400-ലേറെ കിതാബ് എഴുതിയിട്ടുണ്ട്. 400-ലേറെ കിതാബ്. ഒരു കിതാബ് നിങ്ങൾക്കറിയാലോ, യഹ്യ. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ അവസ്ഥ എന്താ? എത്ര കിതാബ്? 400 കിതാബുകളാണ്. 400 കിതാബുകളാണ്. എന്താ വിചാരിച്ചേ?
പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ 400ഓളം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. മഹാനായ അബൂ ഹാമിദ് ഗസാലി 55-ാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട്. ചിന്തിക്ക്, മൊറോക്കോയിൽ രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ഒരിക്കൽ ആ നാട്ടിലേക്ക് ഗസാലി ഇമാമിന്റെ കിതാബുകൾ എത്തിയപ്പോൾ ആ രാജാവിന് ഇങ്ങനെ ഖുയ്യില ഇലൈഹി ലമ്മ ദഖലത്ത് മുസന്നഫാത്തുൽ ഗസാലി ഇമാമിന്റെ കിതാബുകൾ ആ നാട്ടിലേക്ക് എത്തിയപ്പോൾ മഗ്രിബ് നാട്ടിലെത്തിക്കെത്തിയപ്പോൾ അന്നാ മുസ്തമിലത്തുൻ അലൽ ഫൽസഫത്തിൽ മഹ്ള, ഒരുപാട് ഫൽസഫ തത്വശാസ്ത്രങ്ങളൊക്കെ ഉള്ള കിതാബാണല്ലോ എന്ന് ഗസാലി ഇമാമിന്റെ കിതാബിനെ പറ്റി തോന്നിപ്പോയി. വകാനൽ മദ്കൂർ യക്റഹു ഹാദൽ ഉലൂമ, അയാൾക്കാകട്ടെ ഈ ഫൽസഫയും തത്വശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ അയാൾക്കൊരു ഇഷ്ടമില്ലാത്ത ഗ്രന്ഥങ്ങളായിരുന്നു. ഗസാലി ഇമാമിന്റെ കിതാബുകളിൽ അനവധി തത്വശാസ്ത്ര, ലോകത്തെ ഏറ്റവും വലിയ തത്വചിന്തകന ഇമാം ഗസാലി, ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇതെന്തിനാ ഇപ്പൊ ഇവിടെ ഈ നമ്മളെ നാട്ടിൽ എന്തിനാണെന്ന് അയാൾക്ക് തോന്നിപ്പോയി. ഗസാലി, അങ്ങനെ ഗസാലി ഇമാമിന്റെ കിതാബുകൾ ചുട്ടുകരിക്കാൻ അയാൾ കൽപ്പന കൊടുത്തു. പിന്നെന്താ ഉണ്ടായത്? അയാൾ പേടിപ്പിക്കുകയും ചെയ്തു. ബിൽ ഖത്ലി, കൊല്ലും. ഗസാലി ഇമാമിന്റെ കിതാബ് ആരെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കൊലപ്പെടുത്തും എന്നും അയാൾ ഭയപ്പെടുത്തുകയും ചെയ്തു. അതോടുകൂടെ അയാൾ അവസ്ഥ ചേഞ്ച് ചെയ്തു. മാത്രമല്ല, അയാൾ ഗസാലി ഇമാം മരിച്ചതിന് ശേഷമുള്ള സംഭവം ഈ പറയുന്നത്, അയാൾക്ക് എതിർക്കാൻ കഴിയാത്തതും വെറുക്കപ്പെടേണ്ടതുമായ അയാൾക്ക് ഇഷ്ടമില്ലാത്ത അനവധി കാര്യങ്ങൾ അനുദിനം രാജ്യത്ത് പൊങ്ങാൻ തുടങ്ങി. രാജ്യം തലങ്കോലായി. കവിയത്തെ അലഹിൽ ചുണ്ടു, പട്ടാളം അയാളെ മേലെ അധികാരം സ്ഥാപിച്ചു. രാജാവ് റബ്ബർ സ്റ്റാമ്പായി. രാജാവിന്റെ എല്ലാ അധികാരവും പോയി, പട്ടാളത്തിന് കയ്യിൽ അധികാരമായി. അയാൾക്ക് പൂർണ്ണ ആസക്തി, അയാൾക്ക് ഭരിക്കാനും കഴിയില്ല, അയാൾക്ക് ഒന്നിനും കഴിയില്ല. അവസാനം അയാൾ ജീവിച്ചിരിക്കവേ ജനം രാജാവിനെ ഒഴിവാക്കിയിട്ട് വേറെ ആളെ രാജാവാക്കി. എന്തേ? മിൻ കറാമാത്തിൽ ഗസാലി, അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു അൻഹു കറാമാത്തിൽപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം. وذكر الإمام فخر الدين أبو بكر الشاشي رضي الله عنه أنه كان في زماننا رجل يكره الغزالي يذمه ويستغيبه في الديار المصرية. ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ അബൂബക്കർ ഷാശി റളിയല്ലാഹു അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ടവരുടെ കാലത്ത് ഒരാളുണ്ടായിരുന്നു, യക്റഹുൽ ഗസാലി, ഗസാലി ഇമാമിനെ ഇഷ്ടമില്ലാത്ത ഒരാളുണ്ടായിരുന്നു. ഇമാമിനെ ചീത്ത പറയുന്ന ഒരാളുണ്ടായിരുന്നു. പറയുന്ന ഒരാളുണ്ടായിരുന്നു. മിസ്ർ നാട്ടിൽ ഗസാലി ഇമാമിനെ ആക്ഷേപിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ഒരാളുണ്ടായിരുന്നു. അയാൾ ആലിമാണ്, ചെറിയ ആളൊന്നുമല്ല, ആലിമ. ഇതുപോലത്തെ വേറെ ഒരുപാട് സംഭവമുണ്ട്. ആലിമ അയാൾ ആരാ? ഗസാലി ഇമാമിന്റെ ഏഷ്യ. ഗസാലി ഇമാമിനെ പറ്റി ഗീബത്ത് പറയും. അങ്ങനത്തെ ഒരാള് മിസ്റിൽ ഉണ്ടായിരുന്നു. ഒരിക്കൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാമി, റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു. അബൂബക്കറിൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അവരെ വഫാത്തായിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ടത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അൻഹുമ ബിജാനിബിഹി, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കണ്ടു. റസൂലുള്ളാഹിന്റെ രണ്ട് ഭാഗത്ത് സിദ്ദീഖുൽ അക്ബർ ഉണ്ട്, ഉമർ ഇബ്നു ഖത്താബ്. ഗസാലി സ്വപ്നം കാണാൻ ഇയാൾ. ഗസാലി ജാലിസും ബൈന യദൈഹി, റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആര്? ഗസാലി ഇമാം. വഹുവ യഖൂലു, റസൂലുള്ളാഹി പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നബിയേ, ഇയാളാണ് എന്നെ മോശമായി ചീത്ത പറയാറുണ്ട്. സ്വപ്നത്തിൽ കാണുക. നബിയേ, മനസ്സിലാക്കിക്കളടാ, മനസ്സിലാക്കിക്കോ, ചിന്തിക്കും. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഈ മനുഷ്യൻ സ്വപ്നം കാണാ. ഹബീബായ നബിയെ സ്വപ്നം കണ്ടു. സിദ്ദീഖുൽ അക്ബറിനെയും ഉമർ ഇബ്നു ഖത്താബിനെയും റളിയല്ലാഹു അൻഹുമാ. ഗസാലി ഇമാം റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫഖാല, അപ്പോൾ ഗസാലി ഇമാം പറഞ്ഞു, നബിയേ, ഹദാ ഇയാളുണ്ടല്ലോ, ഇയാളാണ് യതകല്ലമു ഫിയാ, എന്നെ പറ്റി മോശപ്പെട്ട വാക്കുകൾ പറയാറുള്ളത്. ഫഖൈറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ,
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാത്തുൽ സിയാദ്, ചാട്ടവാർ കൊണ്ടുവരി. ഫഅമറ ബിഹി ഫദുരിബ ലിഅജ്ലി ഗസ്സാലി. അടിക്കാനാണ് ഹബീബ റസൂലുള്ളാഹ് ഇയാളെ അടിക്കാൻ കൽപ്പിച്ചു. പള്ളാർ ചാട്ടിയാണ് കിട്ടിയാക്ക്. ചാട്ടവാർ കൊണ്ടുവച്ചു. ആര്? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ചാട്ടവാർ അടിക്കുന്നതാണ്. അതുകൊണ്ട് അടിയാണ് കിട്ടി. അടിയങ്ങ് കിട്ടി. പള്ളം നിറച്ച് അടി. ഒരു നിലക്ക് ഇയാളൊരു ഗുരുത്തുള്ള ആളാണ്. കാരണം ശിക്ഷ ഇവിടെ തന്നെ തീർന്ന് ഇവിടെ തന്നെ അയാൾക്ക് എന്തോ ഗുരുത്തുണ്ട്. ഒരിക്കലും വാപ്പാൻ്റെ ഗുരുത്തം, ഇമ്മാൻ്റെ ഗുരുത്തം, ശിഷ്യന്മാരുടെ ഗുരുത്തം എന്തോന്നുണ്ട്. ഇന്ന് ആക്ഷേപിക്കണം, അങ്ങോട്ട് തല്ലിട്ടാച്ച എന്തെങ്ങൾക്ക് അറിയടാ, എന്നെ ടച്ചിട്ട് കാര്യമല്ല, നന്നാൻ പോണില്ല. നന്നാണല്ലേ അടിക്കുള്ളൂ. ഈ മൂല്യര് അത്യാവശ്യം നല്ല മൂല്യരെടുക്കും, പഠിച്ചോനെ പേടിയുള്ള മൂല്യരെടുക്കും. പിന്നെ എന്തോ ആ സൂയും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ തല്ലിട്ടിയതാണ്. അപ്പം റസൂലുള്ളാഹിക്ക് ഇയാളോട് ഇഷ്ടം ഉണ്ടാവും. എന്തുകൊണ്ട്? മൈസറിന്ന് മഹാന്മാരെ തല്ല് കൊടുക്കുക, മലായിക്കത്തിൻ്റെ തല്ല് കിട്ടുമ്പോൾ ഇവിടെ നിന്ന് റസൂലുള്ളാഹി കൽപ്പിച്ചാൽ അതാണ് തീർത്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. ചാട്ടവാറ് ഇതൊക്കെ റസൂലുള്ളാഹി വഫാത്തായി കഴിഞ്ഞിട്ടുള്ള സംഭവം അപ്പി പറയണത്. 500 കൊല്ലം കഴിഞ്ഞിട്ട്, 505 ഗസ്സാലി ഇമാമിനെ വഫാത്താണ്. وقام يا رسول الله فهو يقول غزالي ما يا رسول الله فإن النبي صحات بالصياد فأمر به فضرب لأجل الغزالي وقام هذا الرجل من النوم وأثر الصياد على ظهره لم يزل. അയാൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് അയാളുടെ പുറത്ത് നിറയെ ചാട്ടവാറിന്റെ അടയാളവും, പുറം നിറച്ച് ചാട്ടവാറിന്റെ അടയാളം, ഒതിരെ തല്ലിട്ടിയത്. അദ്ദേഹം ഉറക്കം ഉണർന്നിട്ട് നേരം എടുത്തിട്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. വയഹ്കിന്നാസ, ജനങ്ങളോടത് പറഞ്ഞുകൊണ്ടേയിരുന്നു, ജനങ്ങളെ എനിക്ക് തല്ല് കിട്ടി കേട്ടോ. ജനങ്ങൾ ഇയാൾ പ്രധാനപ്പെട്ട അഭിപ്രായം, ഇയാൾ ആ മഹലിലെ കളിയിരുന്നു. ഗസ്സാലി ഇമാമിനെ മോശമായി പ്രസംഗത്തിൽ സംസാരിക്കും. അള്ള അടി കിട്ടി. വേറെ ആൾക്ക് തല്ലിട്ടത് എനിക്കറിയാം. ഗസ്സാലി ഇമാമിനെ ചീത്ത പറഞ്ഞിട്ട് ഹബീബ റസൂലുള്ളാഹി നട്ടപ്പാതിരക്ക് വന്നിട്ട് ചാട്ടവാറ് കൊണ്ട് അടി കൊടുപ്പിച്ച സംഭവം എനിക്ക് വേറെയും അറിയാം. വേറെയും ഇതുപോലത്തെ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അടി കിട്ടി. ഈ സംഭവത്തിന് വേറെയും ഉദാഹരണങ്ങളുണ്ട്. ഒരുപാട് സംഭവം ഇതുപോലെയുണ്ട് എന്ന്. ഇത്രയുണ്ട് അടി കിട്ടിയ ഹബീബ. നേരത്തെ ചാട്ടവാറിന്റെ അടയാളം പൊതിരെ ഒരു വിഭാഗത്തിലുണ്ട്. ഇയാൾക്ക് വസ്ത്രം ഇടാൻ വയ്യ. നേരം വെളുത്തപ്പോൾ നേരിയ ഒരു ഓയിലുമുണ്ട് പുതപ്പും പുതച്ച് ഇയാൾ ദർസിൽ വന്നിരുന്നു. വേറൊരു സംഭവം, ദർസ് നടത്തുമ്പോൾ സാധാരണ ഗസ്സാലി ഇമാമിന്റെ വിഷയത്തിലെത്തുമ്പോൾ ഗസ്സാലി ഇമാമിനെ മോശമായി സംസാരിക്കൽ ഇയാളെ പതിവായിരുന്നു. രാത്രിയോ മുദരിസിനടുത്ത് ഹബീബായ നബിയാണ് വന്നിട്ട് പള്ളർ ചാട്ടിയാണ് ഒളിപ്പിച്ച്. നേരം വെളുക്കുമ്പോൾ അയാൾക്ക് കമ്മീസ് ഇടാൻ വയ്യ. ചെറിയൊരു ഓയിൽമുണ്ട് ഇങ്ങനെ പുതച്ചിട്ട് ദർസിൽ വന്നിരുന്നു. കരയുന്നുണ്ട്. കുട്ടികൾ വെച്ചു എൻ്റെ. അപ്പോൾ പറഞ്ഞു അതാനി റസൂലുള്ളാഹി ബാരിഹ. ഗസ്സാലി ഇമാം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിനോട് ഗസ്സാലി ശിക്കാറ്റ് പറഞ്ഞു. റസൂലുള്ളാഹി എന്നെ അടിക്കാൻ കൽപ്പിച്ചു. എൻ്റെ അടിയാണ് കിട്ടിയത്. ആ ഗസ്സാലി ഇമാമിനെ ആക്ഷേപിച്ചിട്ട് അടിയാണ്. ഞാൻ പറഞ്ഞതൊക്കെ മാപ്പ്, ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മേലാൽ പറഞ്ഞു പോകരുതേ. ഗസ്സാലി അത്രയും പറ്റിയ മഹാനാണ് കേട്ടോ എന്ന് രാവിലെ കുട്ടികളോട് പറഞ്ഞെടുത്തു. വയലുമുണ്ട് പൊന്തിച്ചിട്ട് കാണിച്ചു കൊടുത്തു. ആ പൊതിരെ തല്ലിട്ടിയതാണ്. പുണ്യ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് കൽപ്പന പ്രകാരം തല്ലിട്ടിയതാ. ചാട്ടവാറോ അടിയാണ് കിട്ടി. ഗസ്സാലി ഇമാമിനെ ചീത്തറിഞ്ഞിട്ട്, നിങ്ങളെ കിട്ടാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ കളത്തിൻ്റെ പുറത്തേക്ക് പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ലോകത്തെ മുഅ്മിനീങ്ങളായ നേതാക്കന്മാരെ മുഅ്മിനീങ്ങളെയും കഫറാക്കിയ അന്ന് മുതൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കഫറാണല്ലോ. നമ്മളെ കാഫിറാക്കിയ അന്ന് മുതൽ അയാൾ കഫറാണ്. മഹാനായ ജിഫ്രിൽ ഹദറമി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഇർഷാദാത്തുൽ ജിഫ്രിയ എന്ന കിതാബിലെ ഒരു വരിയാണ് ഈ വരി. നിങ്ങളെ ചിന്തിക്കണം. ഞാൻ നീട്ടുന്നില്ല. وقال ابن السبكي رضي الله عنه وحكى لي بعض الفقهاء أهل الخيار بخير بالديار المصرية. എനിക്ക് സത്യസന്ധന്മാരായ ചില ആളുകൾ ഇബ്നു സുബൈക്കി റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന ശഖ്തൻ തകല്ലമ ഫിൽ ഗസ്സാലി ഫി ദർസ് ഷാഫിഈ.
ഷാഫിഈ ദർസിൽ ഒരിക്കൽ ഒരാൾ ഗസ്സാലി ഇമാമിനെ പറ്റി മോശമായി സംസാരിച്ചു. ഒരു മുദരിസ് വസബ്ബഹു, ചീത്ത പറയുകയും ചെയ്തു. ഇത് കേട്ട് ഒരാൾ പറയാ, ഞാൻ ആ ദർസിൽ ഇരിക്കുന്നുണ്ട്, എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ദർസിലെ ഒരു ദർസ് നടക്കുക, ദർസ് നടത്തുന്ന മുദരിസ് ചീത്ത പറയാം, മോശമായി പറയാം ഗസ്സാലി ഇമാമിനെ. ഞാനും ആ ദർസിലുണ്ട്. ഇത് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് എന്നോട് അനുഭവസ്ഥൻ വന്ന് പറഞ്ഞതാണ്. ഒരു അനുഭവസ്ഥൻ എന്നോട് പറഞ്ഞു, ഞാൻ ഷാഫിഈ ദർസിലുണ്ടാവുന്ന സമയത്ത് അവിടെ ദർസ് നടത്തുന്ന ആള് എന്ത് ചെയ്തു, ഗസ്സാലി ഇമാമിനെ ചീത്ത പറഞ്ഞു. അപ്പൊ എനിക്ക് ആ ദർസിൽ ഭയങ്കര വിഷമായി. അങ്ങനെ ഞാൻ ഇത് പറഞ്ഞ ആള്, ഇത് കണ്ട ആള്, അനുഭവിച്ച ആള് നേരിട്ട് വന്ന് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിനോട് നേരിട്ട് പറഞ്ഞ സംഭവം താജുദ്ദീൻ സുബ്കി തങ്ങൾ രേഖപ്പെടുത്താം. നിങ്ങളെ ചിന്തിക്കണം. ആ രാത്രി ഇയാൾ കിടന്നുറങ്ങിയപ്പോൾ രാത്രി ഗസ്സാലി ഇമാമിനെ തന്നെ സ്വപ്നം കണ്ടു. ഞാൻ ദർസിന്റെ ക്ലാസ്സിൽ പോയിരുന്നു, ദർസ് നടത്തുന്ന മുദരിസ് നിങ്ങളെ ചീത്ത പറയുന്നതായി എനിക്ക് കേട്ടു, എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്നു എന്ന് രാത്രി ഗസ്സാലി ഇമാം വന്നപ്പോൾ ഗസ്സാലി ഇമാമിനോട് പറഞ്ഞു. ഫഖാല, അപ്പോൾ ഗസ്സാലി ഇമാം പറഞ്ഞു, ലാ തഹ്മിൽ ഹമ്മൻ ഗദൻ, ഈ ബേജാറൊന്നും വേണ്ട, ഗദൻ യമൂതു, അയാൾ നാളെ മരിച്ചോളൂ എന്ന് പറഞ്ഞു. അയാൾ അവസാനം ആയി. ഇന്നൊരാൾ ആക്ഷേപിച്ചെങ്കിൽ അവൻ്റെ അവസാനമാണ്, എനിക്ക് ബേജാറൊന്നും വേണ്ട എന്ന് ഗസ്സാലി ഇമാം രാത്രി എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു. എല്ലാവരും ദറജയേറ്റി കൊടുക്കട്ടെ. ഗസ്സാലി ഇമാമിനെയൊക്കെ നാശാക്കിയിട്ട് ആരുടെ അവിടെ നല്ല ആൾ, ഇവരൊക്കെ നല്ലൊരു. ഗസ്സാലി ഇമാം കാഫിർ, ഖുബൂരി കാഫിർ. അയാൾ പറയാണ്, അങ്ങനെ ഷാഫിഈ ദർസിലേക്ക് ഞാൻ പിറ്റേന്നും പോയി. അങ്ങനെ അപ്പോൾ ദർസ് നടത്തുന്ന പണ്ഡിതനാണ്, അയാൾ നല്ല ആഫിയത്തോടു കൂടി നല്ല ഉഷാറിലിരിക്കുന്നുണ്ട്. എനിക്ക് പ്രശ്നം ഡൗട്ടായി. രാത്രി ഗസ്സാലി ഇമാം എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ വിഷമിക്കുന്നുണ്ട്. അയാൾ അവസാന ദിവസം, അയാൾ അവസാനമായിട്ടില്ലെങ്കിൽ അയാൾ ഇതിനെ പറ്റി അങ്ങനെ പറയില്ല, ഉള്ള കഥ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ ദർശനം നോക്കുമ്പോൾ മുദരിസ് നല്ല ആഫിയത്തില, അയാൾക്കൊരു കുഴപ്പമില്ല. തുമ്മ ഖറജ മിന ദർസി, പിന്നെ അയാൾ ദർസും കഴിഞ്ഞ് തിരിച്ചുപോയി. ഫലം യസിൽ ഇലാ ബൈത്തിഹി, വീട്ടിലെത്തിയില്ല. ഇല്ല വഖദ് വഖഅ മൻ അല ദാബത്തി, ഫദഖല ബൈതഹു ബിഹാലത്തി തലിഫി വതുഫിയ. അങ്ങനെ അയാൾ എന്ത് ചെയ്ത്, അയാൾ വീണു. അയാൾ വാഹനത്തിൽ നിന്ന് വീണു. വീഴുകയും അയാൾ فلم يصل إلى بيته إلا وقد وقع من على الدابة ودخل بيته في حال التلف وتوفي آخر ذلك النهار. വരിലെത്തിയത് അയാൾ വാഹനപ്പുറത്തുനിന്ന് വീണു. അങ്ങനെ അയാൾ വീട്ടിനുള്ളിലേക്ക് കയറ്റി കഴിഞ്ഞു. ദിവസം തീർന്നില്ല. അവസാനമായപ്പോഴത്തിന് ആഖിറ നഹാരി, അസറിൻ്റെ ശേഷമായപ്പോഴത്തിന് മരിക്കുകയും ചെയ്തു. ദർസ് നല്ല ഇടയ്ക്ക് ഇറങ്ങിപ്പോയതാണ്. പിറ്റേന്ന് അസറായപ്പോഴത്തിന് ആൾ മരിച്ചു. എൻ്റെ ഖറാമത്തുൽ ഗസ്സാലി എന്ത് വിചാരിച്ചേ, ഇത് മുത്ത് റസൂൽ അഭിമാനം പറഞ്ഞ ആളാ. ആരോട്? മൂസാ നബിയോടും ഈസാ നബിയോടും. ഇങ്ങനത്തെ ഒരാളെ നിങ്ങളെ കൂട്ടത്തിൽ വേറെ ഉണ്ടോ? എല്ലാ നേരത്തെയും 55 കൊല്ലവും അവർ വീരം വെച്ചിരുന്നു. അല തിലാവത്തിൽ ഖുർആൻ ഓതുക, ഹൃദയങ്ങളിൽ അള്ളാഹു എന്ന ചിന്ത ആളുകളോട് സഹവസിച്ചിരിക്കുക. പകലൊക്കെ നോമ്പ്, രാത്രിയൊക്കെ നിസ്കാരം. ഒന്നിരിക്കൽ ഖുർആൻ ഓതും, അല്ലെങ്കിൽ മുത്തഖിങ്ങളെ കൂടെ ഇരുന്ന് ദീനിയ കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ നോമ്പ് നിസ്കാരം, വേറെ ഒന്നുമില്ല. ജമാഅത്തുൽ ആഖിറ സന 500 ജമാഅത്തുൽ ആഖിറ 505 എന്ന് قال اخو الغزالي ഇമാമിന്റെ കാക്കയായ അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലമ്മാ കാന യൗമുൽ ഇസ്നൈൻ വഖ്ത സുബ്ഹി തവല്ല അഖി. മനസ്സിലായില്ലേ? മരിക്കണ അന്ന് എൻ്റെ സഹോദരൻ സുബഹിന്റെ നേരമായപ്പോൾ തവല്ല ഉളുർത്തു വസല്ല നിസ്കരിച്ചു. വഖാല അലയ്യ ബിൽ കഫനി, കഫൻ കൊണ്ടിരുന്നു. നിങ്ങൾ കുറ്റം പറഞ്ഞേ, നിങ്ങൾ കാഫറാക്കി ആളെ വർത്താനാടായി പറഞ്ഞ്. എങ്ങനെയാണ് നിങ്ങൾ അന്നേ കോടതിയിലെത്തുക? എന്താണ് നിങ്ങളൊക്കെ വിചാരം? എന്നിട്ടും എടാ ന്യായം പറഞ്ഞ ആ തമ്മാടികളെ കൂട്ടത്തിലിരിക്കല്ലേ മനുഷ്യന്മാർ. നിങ്ങൾ ഇന്ന ചീത്ത പറഞ്ഞു, ഇതാണ് ഇവിടെ പ്രശ്നം.
എടാ ഗസാലി ഇമാമിനെ കാഫിറാക്കിയിട്ട് എങ്ങനെടാ ഭൂമിൻ്റെ ഉള്ളിൽ കിടക്കുക? ഗസാലിയെ മാറ്റി വെച്ചിട്ട് എന്ത് ദീനടാ ഇസ്ലാം ദീനിൽ ഉണ്ടാവുക? ഗസാലി ഇമാമിനെ നിശ്ചയിച്ചിട്ട് എന്താടാ ഇസ്ലാം ദീനിൽ ഉണ്ടാവും? ആരടാ ഗസാലി എന്ന് വിചാരിച്ചേ? സുബഹിന്റെ നേരെ സുബഹിസ്കരിച്ച് കഫൻ കൊണ്ടുവരി എന്ന് പറഞ്ഞേ. അങ്ങനെ കഫൻ കൊണ്ടുവന്ന് കൊടുത്തു. കഫൻ വാങ്ങി കബ്ബലോ അതിനെ ചുംബിച്ചു. രണ്ട് കണ്ണിൻ്റെ അടിയിൽ കഫൻ വെച്ചു. മലക്കിന് വരാൻ ഞാൻ സമ്മതം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. മലക്ക് വന്നോട്ടെ. അപ്പൊ മലക്ക് അർശുർ റഹ്മാന്റെ അടുത്തുനിന്ന് പുറപ്പെട്ടത് ഇവിടെ അറിഞ്ഞു. നിങ്ങളടുക്കൽ കാഫിർ, നിങ്ങളടുക്കൽ ഖബറാരാധകനായ കാഫിർ. ഇവര് കാഫിറാക്കിയ മഹാന്മാരുടെ വിഷയം പറയാൻ വേണ്ടി 365 ദിവസം പ്രസംഗിക്കാങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ 365 മഹാന്മാരുടെ ചരിത്രം പറയും, ഒരു കാഫിറാക്കിന് തെളിവും പറയും. എന്നിട്ട് പിന്നൊരു 10 365 കൂടി തന്നാലും തീരൂല. അതിന് മാത്രം ഇമാമിങ്ങളെ കാഫിറാക്കി. എന്നിട്ട് പറയാ നമ്മൾ ഇവരോടൊക്കെ ഐക്യത്തിൽ ഇങ്ങനെ സാമ്പാർ മുന്നണിയായി പോകാൻ നമ്മൾ അച്ചാറായിട്ട് നടക്കുകയാണ്. അങ്ങനെയുണ്ട് ഒരു അച്ചാരി സുന്നത്തിയമായത്തിൻ്റെ അച്ചാർ ബഹുമാനപ്പെട്ട മഹാനായ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി മഹാനായ MT അബ്ദുള്ള മുസ്ലിയാർ ഇന്നലെ ചേളാരിയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ അത് ഇന്ന് പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഇന്നലെയും നടത്തിയത് സോഷ്യൽ മീഡിയയിൽ ആരോ എനിക്ക് അയച്ചെന്നു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇന്നലെ ആയിരിക്കും അച്ചാർ കമ്പനിയായിട്ട് ആരും നടക്കണ്ട, എല്ലാവർക്കും കൂടി തൊട്ടുകൂട്ടാവുന്ന എല്ലാവരെയും തൊട്ടും കൂട്ടാന്നുള്ള കൂട്ടത്തിൽ കൂടണ്ട. അച്ചാറിൻ്റെ സുന്നത്യമായിട്ട് നടക്കൂല. സുന്നത്യമായത്തിൻ്റെ കൂട്ടത്തിലേക്ക് എല്ലാവരും എടുത്തു കൂട്ടുന്ന അച്ചാറാക്കുന്ന പരിപാടി നടക്കൂല എന്ന് ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സമസ്തയുടെ സമുന്നത നേതാവ് വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ടവർ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളെ ചിന്തിക്കണം, ഒരു 365 ദിവസം ലോകം കണ്ട മഹാന്മാരെ ഇവർ കാഫിറാക്കിയ തെളിവുകളും ആ മഹാന്മാരെ താരീഖും പറയാൻ പറഞ്ഞാൽ 365 ദിവസവും ഞാനത് പ്രസംഗിക്കും. പിന്നെ ഒരു 10 365 കൊല്ലം കൂടി, ഒരു 10 കൊല്ലം കൂടെ പറഞ്ഞാലും ഇവർ കാഫിറാക്കിയ ഇമാമിങ്ങൾ തീരൂല. എന്നിട്ട് നിങ്ങൾ പറയാണ് ഇവരോട് നമുക്ക് മൃദുല സമീപനം ആകാം. ചിന്തിക്കണം, എല്ലാവരും യോജിച്ച് നിൽക്കണം എന്ന് ബഹുമാനപ്പെട്ട മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്. ആര്? മുസ്ലിമീങ്ങൾ തമ്മിൽ യോജിച്ചിക്കണം എന്നാണ് പറഞ്ഞത്. ഇവർ നമ്മളെ മുസ്ലിമായി പരിഗണിക്കുന്നില്ല, നമ്മൾ കാഫറായിട്ട് പരിഗണിക്കുന്നത്. അഹ്ലുസുന്നയുടെ ആളുകളൊക്കെ യോജിക്കാൻ കഴിയുന്നിടത്തൊക്കെ യോജിക്കാനേ പറഞ്ഞതിനർത്ഥമുള്ളൂ. അഹ്ലുസുന്ന യോജിച്ചാൽ തന്നെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അഹ്ലുസുന്ന യോജിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതാണ് ഇവിടെ പ്രശ്നം പറഞ്ഞത്. വളരെ ചിന്തിക്കണം. ആരോ അങ്ങനെയും പറഞ്ഞു, അത് ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ എല്ലാവരും പ്രശ്നകാലത്ത് യോജിച്ച് നിൽക്കണം, പ്രശ്നകാലത്ത് മുസ്ലിമീങ്ങൾ യോജിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരു ഐക്യത്തിനൊരു ഐക്യമുന്നണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് സംസ്ഥയിലേക്ക് കത്തുകൊടുത്തപ്പോൾ ആയിക്കോട്ടെ ഇസ്ലാമിൻ്റെ ഒരു ഐക്യമുന്നണി ഉണ്ടാക്കുക, അതിനാദ്യം ഞങ്ങൾ മുസ്ലിമായി അംഗീകരിക്കുന്ന ഒരു കത്തും കണ്ട് തരുമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ശംസുലമെ കണ്യത്ത് ഉസ്താദ് മഹാന്മാർ ഉള്ള കാലത്ത് കൊടുത്ത കത്തിൻ്റെ മറുപടി ഇന്ന് വരെ എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ നാം മറുപടി ഉണ്ടാക്കണം? ഇനി നിങ്ങളെവിടെ ചിന്തയായി പറയണേ? ഇവരോട് നമ്മൾ ഇതൊക്കെ സാരെല്ലാവരും തോളി പിടിച്ചാൽ നാളെ ഇമാമിങ്ങൾ എന്താ പറയുക, ബസ്സാരിമാനോട് എന്താ പറയുക? എന്നെ കാഫറാക്കെ എത്ര കിതാബ് ഇറങ്ങി, നിങ്ങൾ എന്തേ ഉണ്ടാതിരുന്നോ എന്താ നമ്മൾ പറയുക? എന്താ പറയുക? എന്താണ് നമ്മൾ പറയുക? മലക്കിന് വരാൻ എല്ലാ സമ്മതവുമാണ്, എല്ലാം സന്തോഷമാണ്, വന്നോട്ടെ. പിന്നെ ഖിബലയിലേക്ക് മുന്നിട്ടു, കാല് നീട്ടിക്കിടന്നു, മരിച്ചു ചെയ്തു. സുബഹിസ്കരിച്ച് കഫം കൊണ്ടുവന്നു, കണ്ണിൽ വെച്ചു, ചുണ്ടിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു മലക്കിന് വരാനുള്ള സമ്മതമുണ്ട്, മലക്ക് വന്നോട്ടെ, ഞാൻ വഴിപ്പെടാൻ തയ്യാറാണ്. എന്നിട്ട് ഖിബലയിലേക്ക് തിരിഞ്ഞു കടന്നു, കാല് നീട്ടി, മരിച്ചു. നിങ്ങൾ പറഞ്ഞു കഫറാണ്. ചിന്തിക്ക്. ഇതൊക്കെ കേൾക്കണ ഒരു ആലോചിച്ചാളി. വേണമെങ്കിൽ എൻ്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു, എനിക്കിതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, ഇത് നിർവഹിച്ചു. വസ്സാലിമാമാരെന്ന് പറഞ്ഞു, വസ്സാലിമാമിനെ കാഫറാക്കിയ ആളെ വളരെ നെസ്സനെ ഒരു കിതാബ് അങ്ങനെ തന്നെ ഞാൻ കാണിച്ചു. എന്താ പറയുള്ളൂ? ഖബലൽ ഇസ്ഫാരി, നേരം വെളുക്കുന്നതിന് മുമ്പ് മരിച്ചേ. തയ്യിബു സനാ അലാ മൻസിലത്തി മിൻ നജ്മി സമാ,
ആകാശത്തെ നക്ഷത്രത്തെക്കാൾ മേലെയുള്ള സ്ഥാനത്തുള്ള മഹാൻ മരിച്ചു. ലാ യക്റഹു ഇല്ലാ ഹാസിദുൻ ഔ സിന്ദീഖുൻ. ഒരു നിരീശ്വരവാദിയല്ലാതെ മഹാനെ വെറുക്കുകയില്ല. ഒരു നിരീശ്വരവാദിയോ അസൂയക്കാരനോ അല്ലാതെ മഹാനെ പറ്റി മോശം പറയുകയില്ല. ലാ യക്റഹു ഇല്ലാ ഹാസിദുൻ ഔ സിന്ദീഖ്. ബഹുമാനപ്പെട്ടവരെ ഒരാൾ മോശമായി ചിത്രീകരിച്ചാൽ അവൻ നിരീശ്വരവാദിയാവും. എന്താ അതിന്റെ അർത്ഥം? കാഫറായിട്ടേ ചത്തുപോവുള്ളൂ. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അഅലാ മഖാമില ഇൽമിൽ ദുനിയ അഅലാ മഖാമില. അതിന് വലിയ ലം യൂജദ് മിസ്ലുഹു ബഅദു. അതിനുശേഷം പിന്നെ അങ്ങനത്തെ ഒരാൾ ഉണ്ടായിട്ടില്ല എന്ന് എഴുതി വെച്ച കിതാബ് ഇമാം താജുദ്ദീൻ ഇബ്നു സുബ്കി വരെ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരാൾ പിന്നെ ലോകത്ത് വന്നിട്ടില്ല. അതിന് വലിയ ആളാരാ? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയനെ ഒരാൾ മോശമാക്കിയാൽ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചവൻ ഞാനാണെന്ന് ജല്ല ജലാലായ സുബ്ഹാൻ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ. അതൊക്കെ ഞാൻ എന്നെപ്പോലത്തെ ആളുകളെ അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് ഓടുന്നു. അല്ലെങ്കിൽ പിന്നെ മരിക്കുമ്പോൾ തോപ ചെയ്തു. പക്ഷെ തോപ കിട്ടാനുള്ള സാധ്യതയില്ല. ഇത്ര മഹാന്മാരെ ആക്ഷേപിച്ചവർക്ക് തോപ ഉണ്ടാവില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് ചെറിയ ആക്ഷേപമല്ല, കാഫിറാണ്. കുബൂരിയല്ലേ, ഖബറാരാധകനല്ലേ, കഫറല്ലേ. വമിൻ അഇമ്മത്തി അഖ്ദമി അഇമ്മത്തി സൂഫിയ്യത്തിൽ ഖുബൂരിയ്യ എന്ന കിതാബിൽ നിങ്ങളെ ചിന്തിക്കണം. അവരെ ചീത്തയായി ചിത്രീകരിക്കുകയില്ല. ഹൃദയത്തിൽ അല്ലാഹുവിനെ പറ്റി സംശയമുള്ളവനല്ലാതെ, നേർമാർഗത്തിൽ നിന്ന് തെറ്റിയവനല്ലാതെ കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. وقال فخر الدين ابن عساكر رضي الله عنه. ابن عساكر رضي الله عنه പറഞ്ഞു മലായില റഹ്മത്തുള്ളാഹി യൗമൽ ഇസ്നൈൻ റാബി അശർ മിൻ ജമാദിൽ ആഖിറ സനത 500 മറക്കരുത്. ആ ഡേറ്റ് ഇനി മറക്കരുത്. അല്ലാഹു അവരുടെ ദർജ കൊടുക്കട്ടെ. അന്നൊരു ഫാത്തിഹയെങ്കിലും എല്ലാ മുസ്ലിമീങ്ങളും ഓതുക. ഈ പ്രഭാഷണം കേൾക്കുന്നവർ പ്രത്യേകിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദർജ കൊടുക്കട്ടെ. ഒരു ഫാത്തിഹ ഇപ്പോൾ തന്നെ ഇലാ ഹദറത്തിൻ നബി മുസ്തഫ മുഹമ്മദിൻ വ ഇലാ ഹദറത്തി സയ്യിദിന അബി ഹമീദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹു അവരെ ദർജയേറ്റി കൊടുക്കട്ടെ. ശുക്രൻ ലില്ലാഹ്, ശുക്രൻ ലില്ലാഹ്. അല്ലാഹുവിനോട് ശുക്രാണ് ഈ ഫാത്തിഹ. അല്ലാഹു ഇനി അവരെ ദർജയേറ്റി കൊടുക്കണമേ റബ്ബ്. ഹിജ്റ 505 ജമാഅത്തുൽ ആഖിറ 14 വെള്ളി തിങ്കളാഴ്ച രാവിലെ അവർ വഫാത്തായി. മുസ്തഫ റസൂലുള്ളാഹി ജനിച്ച സമയം. വദുഫിന ബി ളാഹിറത്തി ഖസബത്ത് തുബ്രാൻ വഅല്ലാഹു യഖുസ്സു ബി അൻബാഇൽ കറാമ ഫി ഉഖ്റാ കമാ ഖസബ ബി ഫുനൂനിൽ ഇൽമി ഫി ദുനിയ ബിമന്നി വലം യുഅഖിബ ഇല്ല അൽ ബനാത് വകാന ലഹു മിൻ അൽ അസ്ബാബി ഇർസൻ വകസ്ബ മാ യഖൂമു ബി മുകാൻ വനഫഖത്തി അഹ്ലി വഔലാദി ഫമാ കാന യുബാസിതു അഹദൻ മിൻ അൽ ഉമൂരി ദുനിയവി കാര്യത്തിന് വേണ്ടി ഒരാളിലേക്ക് 55 കൊല്ലത്തിനുള്ളിൽ കൈനീട്ടിയിട്ടില്ല. ജീവിതത്തിൽ ഒരാൾക്ക് ദുന്യവ്യായ കാര്യത്തിന് വേണ്ടി ഒരാളിലേക്ക് കൈനീട്ടിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ എന്തൊക്കെയാണ് അവർക്കുണ്ടാവുക? ഇതൊക്കെയാണ് അവർക്കുണ്ടാവുക. അവർ നാവിൽ അല്ലാഹുവിന്റെ ദിക്ർ ഉണ്ടാവും. അവരെ ഖൽബ് അല്ലാഹു തആല വാസിയാക്കി കൊടുക്കും. പിന്നെ വസഅതൻ ഫി റിസ്ഖി വമഹബ്ബതൻ ഫീ ഖുലൂബിൻ നാസ്. അവർക്ക് ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കുന്ന ജീവിതത്തിന് ഒരാളിലേക്ക് കൈനീട്ടേണ്ടി വരില്ല. മനുഷ്യന്മാർക്ക് മുഴുവൻ അവരോട് സ്നേഹം ഉണ്ടാവും. അപ്പൊ ഇത് ഇരുകാലി നാടായി എന്ന് പറയാം. ഇരുകാലിയൊക്കെ മനുഷ്യനാവും. ഇതൊക്കെ ഇരുകാലികളാണ്. ഒക്കെടാ ഇരുകാലികള്. ഗസ്സാലി ഇമാമിനെ കാഫിറാക്കിയാനോ ഇരുകാലി എന്നല്ലാതെ മനുഷ്യൻ എങ്ങനെ പറയാം? ഗസ്സാലി ഇമാമിനെ കാഫിറാക്കിയാണോ നമ്മൾ മനുഷ്യൻ പറയണം. പിന്നെ ഇരുകാലി എന്നല്ലാതെ ഈ ഇരുകാലിനെ എന്താ പറയാ? فما كان يباسط أحدا في الأمور الدنيوية فقد عرضت عليه فما قبلها. ദുനിയാവ് പലപ്പോഴും അവരുടെ മേൽ വെച്ച് നീട്ടപ്പെട്ടു. ഫമാ ഖബലഹ, ദുനിയാവ് അവർ സ്വീകരിച്ചില്ല. വഅറള അൻഹാ, ദുനിയാവിനെ തൊട്ട് തിരിഞ്ഞു. ഫക്തഫ ബിൽ ഖദ്രി الذي يصون به دينه ولا يحتاج معه الى التعرض للسؤال والمنال من غيره. തനിക്ക് കിട്ടിയതുകൊണ്ട് വളരെ ഭംഗിയായി ജീവിച്ചു. ഒരാളിലേക്ക് കൈനീട്ടിയിട്ട് വലിയ കാര്യത്തിലേക്ക് മെനക്കെട്ടില്ല.
സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നാം വിശദീകരിക്കുന്നില്ല. മുഅ്മിനീൻ, മുസ്ലിം ലോകം കണ്ട മുസ്ലിം ലോകം കണ്ട മഹാനാണ് അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു. 1000 കൊല്ലം കഴിഞ്ഞിട്ടും ഇത് 505-ലാണ്, ഇത് 1443, ഏകദേശം 1000 കൊല്ലാകാൻ ചില്ലറ കൊല്ലം ബാക്കിയുള്ളൂ മരിച്ചിട്ട്, വഫാത്തായിട്ട്. ചിന്തിക്കണം. ലോകത്തെ മറ്റെല്ലാ മതങ്ങളിലും ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വളരെ വലിയ ബന്ധങ്ങളാണ്. ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹുവിനെ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ മറ്റു മതങ്ങളിൽ മോസസ് ബെൻ മൈമൂൻ എന്നൊരു ജൂത പണ്ഡിതൻ AD 1135 മുതൽ AD 1204 വരെ ജീവിച്ച അദ്ദേഹം, ഈ ജൂത പണ്ഡിതൻ AD 1135-ലാണ് ജനിച്ചത്. AD 1204-ലാണ് മരിക്കുന്നത്. ഈ ജൂത പണ്ഡിതൻ മോസസ് ബെൻ മൈമൂൻ എന്നാണ് അയാളുടെ പേര്. അയാളാണ് ജൂതമതത്തിന് ഒരു വ്യവസ്ഥാജനമായ വിശ്വാസ സംഹിത ഉണ്ടാക്കിയത്. അത് മുഴുവനും ഗസ്സാലി ഇമാമിന്റെ കിതാബിൽ നിന്ന് അങ്ങനെ തന്നെ പകർത്തിയതാണ് എന്ന് ലോകം മുഴുവൻ ചിന്തിക്കുക. ജൂതമതത്തിൽ തിയോളജിക്കൽ പരിഷ്കർത്താവായി അറിയപ്പെടുന്ന ആളാണ് ഈ മോസസ് ബെൻ മൈമൂൻ എന്നാൾ. അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇസ്ലാമിക് തോട്ട് ഓൺ മൈമൂൻ ഇഡസ് എന്ന ഒരു പുസ്തകമുണ്ട്. സാറ പെസിൻ എന്ന ആളാണ് ആ പുസ്തകം എഴുതിയത്. അവർ ആ പുസ്തകത്തിൽ ഡെൻവറിലെ ജൂദായിക് സ്റ്റഡീസിലെ പ്രൊഫസറാണ് ഇവർ. ഈ പുസ്തകത്തിൽ പറയുന്നത് 10-ാം നൂറ്റാണ്ട് വരെ ഉറങ്ങിക്കിടത്തിരുന്ന ജൂത ദൈവവിശ്വാസ ശാസ്ത്രത്തിന് പുത്തൻ ഉണർവ് നൽകിയത് ഇമാം ഗസ്സാലിയാണ്. മനസ്സിലായില്ല? ജൂതമതത്തിൽ ഒരു ദൈവശാസ്ത്ര പഠനം ഉണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഇമാം ഗസ്സാലിയാണ്. എന്തുകൊണ്ട്? ഈ മോസസ് ബെൻ മൈമൂനെ പോലെയുള്ള ആളുകൾ ഗസ്സാലി ഇമാമിന്റെ കിതാബിനെ ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് മറ്റുമാക്കിയിട്ട് അതിൽ നിന്നിട്ട് എടുത്തു. ചിന്തിക്കണം. മൈമൂന്റെ ചിന്തകൾ, ഇമാം ഗസ്സാലിന്റെ സ്വാധീനം വളരെ വലുതാണ്. ദലീലുൽ മുതഹയ്യിരീൻ എന്ന കിതാബുണ്ട് ഇമാം ഗസ്സാലിക്ക്. മൈമൂൻ അങ്ങനെ തന്നെ പകർത്തി വെക്കുക ചെയ്തത് എന്ന് ആര് പറയാം? സാറ പെസിൻ പറയാ. ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇസ്ലാമിക് തോട്ട് ഓൺ മൈമൂൻ ഇഡസ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഗസ്സാലി ഇസ്ലാമിക ചിന്തകൾ ജൂതമതത്തിൽ വന്നത്, ഇസ്ലാമിക ചിന്തകൾ, വിശ്വാസ സംഹിതകൾ ജൂതമതത്തിൽ വരാൻ കാരണക്കാരൻ ആരാണ്? ഈ പറയുന്ന മോസസ് ബെൻ മൈമൂൻ എന്ന ആള് നേരെ എന്ത് ചെയ്തു? ഗസ്സാലി ഇമാമിന്റെ കിതാബുകൾ അങ്ങനെ തന്നെ പകർത്തി. ചിന്തിക്കണം. ദൈവാസ്തിത്വ നിർബന്ധമായ വാജിബുൽ വുജൂദ് എന്ന ഒരു തോട്ട് ജൂതമതത്തിൽ വരുന്നത് ഇമാം ഗസ്സാലിയിലൂടെയാണ്. 1993 കാഷ്വാലിറ്റി ദെൻ ആൻഡ് നൗ അൽ ഗസ്സാലി ആൻഡ് ക്വാണ്ടം തിയറി എന്ന കോരൻ ഹാർഡിങ്ങിന്റെ ഒരു പുസ്തകമുണ്ട്. കാഷ്വാലിറ്റി ദെൻ ആൻഡ് നൗ അൽ ഗസ്സാലി ആൻഡ് ക്വാണ്ടം തിയറി എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ദൈവം, സമയം, സ്ഥിതി, അസ്തിത്വം എന്നിവയെക്കുറിച്ച് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ നീൽസ് ബോറും അതേപോലെ തന്നെ വെർണർ ഹൈസൻബർഗും രൂപീകരിച്ച കോപ്പൻഹാഗൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സിൽ ഇതേ ചിന്താഗതി, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങളുടെ അതേ ചിന്താഗതി ഇവർ പകർത്തിയത് 1925. ചിന്തിക്കണം. വേറെയുണ്ട്. ക്രിസ്തുമതത്തിൽ ഇമാം ഗസ്സാലിയുടെ സ്വാധീനം. ക്രിസ്തുമതത്തിൽ ഗസ്സാലി ആൻഡ് അക്വൈനസ് ഓൺ ദ നെയിംസ് ഓഫ് ഗോഡ്, ഡേവിഡ് ബറലിന്റെ പുസ്തകമാണിത്. ഇദ്ദേഹം കത്തോലിക്ക പുരോഹിതനാണ്. അമേരിക്കയിലെ നോർട്ടർഡൈമിലെ തിയോളജി വിഭാഗം പ്രൊഫസറാണ്. 1979 പബ്ലിഷ് ചെയ്ത നോർട്ടർഡൈം പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് എന്ത്? ഗസ്സാലി ആൻഡ് അക്വൈനസ് ഓൺ ദ നെയിംസ് ഓഫ് ഗോഡ് എന്ന്. ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത്? തോമസ് അക്വൈനസ് എന്നൊരാളുണ്ടായിരുന്നു കത്തോലിക്ക വിഭാഗത്തിൽ, ക്രിസ്തുമതത്തിൽ. അദ്ദേഹം 1225 മുതൽ 1274 വരെ AD 1225 ജനിച്ച് AD 1274 മരിച്ച കത്തോലിക്ക പുരോഹിതനാണ് തോമസ് അക്വൈനസ്. ഈ തോമസ് അക്വൈനസ് ആണ് വിശ്വാസ ശാസ്ത്ര സംഹിത കത്തോലിക്ക മതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു വലിയ പഠനം നടത്തിയിട്ടുണ്ട്. നോർട്ടർഡൈം യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് എന്ത്? ഗസ്സാലി ആൻഡ് അക്വൈനസ് ഓൺ ദ നെയിംസ് ഓഫ് ഗോഡ് എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്നത് ഈ തോമസ് അക്വൈനസിന്റെ ചർച്ചയാണ് സത്യത്തിൽ
ക്രിസ്തുമതത്തിലെ കത്തോലിക്ക വിഭാഗത്തിന് ഒരു വിശ്വാസ സംഹിത കൊണ്ടുവന്നത്. കത്തോലിക്ക ചർച്ചിന്റെ ആദ്യ വിശ്വാസ സംഹിത തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് തോമസ് അക്വീനസ്. അദ്ദേഹത്തിന്റെ പുസ്തകമായ സമ്മറി ഓഫ് തിയോളജി, ഇത് കത്തോലിക്ക ചർച്ചിന്റെ വിശ്വാസ സംഹിതയുടെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അൽ ഗസാലി എന്ന പേര് പരിചയപ്പെടുത്തുന്നുണ്ട്. തോമസ് അക്വീനസ് 1225 ജനിച്ചിട്ട് 1274 മരിച്ച തോമസ് അക്വീനസ് എന്ന കത്തോലിക്ക പുരോഹിതൻ കത്തോലിക്ക മതത്തിൽ യഥാർത്ഥ വിശ്വാസ സംഹിത കൊണ്ടുവന്നപ്പോൾ എന്നെ ഇതിന് പ്രേരിപ്പിച്ചത് ഗസാലിയുടെ പുസ്തകമാണെന്ന് അദ്ദേഹത്തിൻ്റെ സമ്മറി ഓഫ് തിയോളജി എന്ന പുസ്തകത്തിൽ അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു കാര്യം. അയാളത് എടുത്ത് ചെയ്താൽ പോലും അത് കാരണക്കാരനെ അയാൾ പറയുന്നുണ്ട്. ആരെ മനസ്സിലായി? തോമസ് അക്വീനസ്. എനിക്ക് ഈ വിശ്വാസ സംഹിത ഞാൻ പകർത്തിയത് ആരിൽ നിന്നാണ്? ഞാൻ ഇമാം ഗസാലി. ഇസ്ലാമിൻ്റെ എന്താ ഇതിൻ്റെയൊക്കെ വെളിച്ചം എന്നിട്ട് ഇവർ പറയാ എന്ത് ഓഫറാണ്? ദൈവാസ്തിക്യം, ദൈവവിശേഷണങ്ങൾ, ധർമ്മം, ആചാരം, ഈ കാര്യങ്ങളിലെല്ലാം ഇമാം ഗസാലിയുടെ ചിന്തകളെ അങ്ങനെ തന്നെ പകർത്തി ഉദ്ധരിക്കലാണ് ആര് ചെയ്തത്? സമ്മറി ഓഫ് തിയോളജിയിൽ ആര് ചെയ്തത്? തോമസ് അക്വീനസ് ചെയ്തത്. ഈ തോമസ് അക്വീനസ് ആണ് ആര് കത്തോലിക്ക വിഭാഗത്തിന് ഒരു വിശ്വാസ സംഹിത കൊണ്ടുവന്നത്. അദ്ദേഹം തന്നെ അത് സമ്മതിച്ചു. തൻ്റെ സമ്മറി ഓഫ് തിയോളജി എന്ന പുസ്തകത്തിൽ പറഞ്ഞു, എനിക്കിതിന് കാരണമായി ഞാൻ റഫർ ചെയ്ത പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ആരിൽ നിന്നാണ്? ഇമാം ഗസാലി. എങ്ങനെയുണ്ട്? അവസാനിപ്പിക്കാം. വളരെ ചിന്തിക്കണം. ഒരൊറ്റ ആ വിഷയത്തിലേക്കൊന്ന് വാതിൽ തുറന്നു വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ അത്ഭുതപ്പെടാണ്. ഇത് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കൊല്ലക്കണക്കിന് പറയേണ്ടി വരും. എന്നാൽ 2-3-4 എങ്കിലും ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞു തരും വരുന്ന തിങ്കളാഴ്ച മുതൽ ഇൻഷാ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് വഹാബിസം തിന്മയാണ്, അതിൽ നിന്ന് മാറിക്കന്നതാണ്. തികച്ചും തിന്മയാണ് വഹാബിസം. പൊരുത്തപ്പെടാത്ത തിന്മയാണ്. ഒരിക്കലും അതിനോട് പൊരുത്തപ്പെടാൻ പറ്റില്ല. പിന്നെ ഒരിക്കലും അവർ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞത് അവരെ പറ്റിയാണ്. അവർ തിരിച്ചു വരില്ല. പിന്നെ അവർ തിരിച്ചു വരികയില്ല. ഉരുവിനെയും വിട്ട് വേട്ടയുടെ അമ്പ് പുറത്തു പോകുന്നത് പോലെ ഇസ്ലാമിന് അവർ പുറത്തു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ അവർ തിരിച്ചു വരും. അവരൊരിക്കലും തിരിച്ചു വരികയില്ലെന്ന് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിലേക്ക് മടങ്ങുക. യഥാർത്ഥ ദീൻ അഹ്ലുസുന്നത്തി വൽ ജമാഅ. വഹാബിസത്തെ തിരസ്കരിക്കുക. ബാക്കിയുള്ള പ്രഭാഷണങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നെ ആക്ഷേപിക്കുന്നതിന് വിരോധമല്ല. എന്നെ ആക്ഷേപിക്കുന്ന എൻ്റെ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ മര്യാദക്ക് വിടൂല എന്നേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ എന്നെ കുറ്റം പറയാൻ ഒറ്റ വിരോധമില്ല. കേസറ്റ് ഇറക്കുന്നതിന് വിരോധമൊന്നും പ്രശ്നമില്ല. എന്നെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യരുത്. എനിക്ക് നേരം വിളിച്ചാൽ പഠിക്കാനുണ്ട്, നല്ല പണിയുണ്ട്. ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നവരെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ വിചാരിക്കുന്ന നാടല്ല ഇത്. നിങ്ങൾ കളിപട നടക്കില്ല. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ഡിപ്പാർട്ട്മെൻറ്റിന് അവരുടെ ഫോൺ നമ്പർ കൈമാറണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ പറഞ്ഞിട്ടും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ കൈകാര്യം അവർക്ക് അയച്ചു കൊടുക്കാത്തത് ഒരു സ്നേഹമാണ്, ഒരു ക്ഷമയാണ്. മോശമായി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ അവർ പറഞ്ഞില്ലേ ഞാനതൊരു സ്നേഹം കൊണ്ട് വിട്ടുപോയി. സാരല്ല, അപ്പം ഞാൻ വിട്ടിട്ടുണ്ട് എന്ന്. ഞാനൊരു അവരുടെ അനുയായിയാണ്, ഞാൻ വിട്ടിട്ടുണ്ട്. പക്ഷെ പരിധി വിട്ട് പറയാൻ പാടില്ല. ഞാൻ പകലും എന്നെ ഒരു പണിയെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ഫോൺ ചെയ്യുക, ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുക. അഥവാ 8-10 വട്ടം 10-12 വട്ടം വിളിക്കുമ്പോൾ ഒരു വട്ടം ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ വാപ്പാക്ക് വിളിക്കുക. എൻ്റെ വാപ്പാനെ ചീത്ത മരിച്ചു വിട്ട് 3-4 കൊല്ലമായി. ഇത് ഞാൻ ഇനി ക്ഷമിക്കൂല. നിങ്ങളെ വിവരം കൊടുക്കും, നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യും. അന്ന് മധ്യസ്ഥതയ്ക്ക് വരരുത്. ഒരാളെ ഫോണിൽ വിളിച്ച ആളെ വാപ്പാനെ ചീത്ത പറയാമെന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമല്ല. വഹാബികളെ ഞങ്ങളെ കൃത്യമായാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ കളി നിർത്തിക്കോളി. നിങ്ങളെ കളിക്ക് വിവരം അറിയും. നിങ്ങൾക്ക് ഫോൺ അങ്ങനെ ചില ആളുകളെ പണിയാണ് ഫോൺ ചെയ്യുക ഫോൺ അങ്ങനെ ചെയ്യുക. എനിക്കറിയാതെ വഹാബികളാണ് ഫോൺ ചെയ്യുന്നത്. അപര്യാപ്തമായി 10-15 ഒക്കെ വട്ടം വിളിക്കുമ്പോൾ ഒരു വട്ടം എടുത്തുമില്ലേ. അപ്പം എൻ്റെ തന്താന്ന് പറയാൻ, എൻ്റെ വാപ്പാന്ന് പറയാൻ എന്തതിൻ്റെയൊക്കെ അർത്ഥം? മരിച്ചുപോയ വാപ്പാനെ പറ്റി പറഞ്ഞാൽ പരിധി വിട്ടാൽ ഞാൻ നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ടി വരും. ഞാൻ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ നേതാക്കന്മാർ കൈകാര്യം ചെയ്ത മാതിരിയല്ല. നിങ്ങളെ നേതാക്കന്മാർ വാളുകൊണ്ട് വിട്ടത് എനിക്ക് ആ പണിയൊന്നും അറിയില്ല. ഞാനിതിവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കയ്യിൽ ഏൽപ്പിക്കും. പിന്നെ നിങ്ങൾ കുടുങ്ങും. അതുകൊണ്ട് ആ പണിക്കൊന്നും മെനക്കണ്ട. മര്യാദയ്ക്ക് മുന്നോട്ട് പോകും. മര്യാദ വിട്ട് കളിച്ചാൽ കളിയറിയും. ഇനി എൻ്റെ വാപ്പാക്ക് വിളിച്ച വഹാബി വിചാരിക്കണ്ട എന്ന് എൻ്റെ പേര് ഞാൻ അറിയില്ല, എൻ്റെ നമ്പർ എനിക്കറിയില്ല. അപ്പോൾ തന്നെ എൻ്റെ വാപ്പാക്ക് വിളിച്ച വഹാബിയും അവിടെ എഴുതിച്ചിട്ടുണ്ട്.
റിക്കാർഡും ഉണ്ട്, പേടിക്കണ്ട. എന്തൊക്കെ വിളിച്ചെന്ന് റിക്കാർഡ് അതിലുണ്ട്. എന്റെ വാപ്പാക്ക് വിളിച്ച റിക്കാർഡുണ്ട്. എന്റെ നമ്പർ അങ്ങനെ തന്നെ എന്റെ വാപ്പാക്ക് വിളിച്ച വഹാബിയും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇവിടെ പോലീസിന്റെ കയ്യിൽ രേഖയുമുണ്ട്. കളിക്കണ്ട, കളിച്ചാൽ വിവരം അറിയും. ഇത് എന്നെ കുതിര വിടുന്ന നാടല്ല, ഇത് ഇന്ത്യ രാജ്യമാണ്. ഇത് ഇവിടെ കുതിര വിടൽ നടക്കൂല. അതുകൊണ്ട് വഹാബികളോട് ഞാൻ മര്യാദക്ക് ഓർമ്മപ്പെടുത്താണ്, മര്യാദക്ക് നിന്നിട്ടില്ലെങ്കിൽ വിവരം അറിയും. എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം, ഞാൻ ഇന്ത്യൻ പൗരനാണ്. ഇതിനോട് നേരും നേരുകേടും പറയാനുള്ള അർഹതയും അധികാരമുണ്ട്. പല കാര്യങ്ങളും നമ്മൾ വിമർശിക്കാറുണ്ട്, അവരൊന്നും നമ്മളെ ഒരു കാര്യം ചെയ്യാറില്ല.